ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ പരിഹസിച്ച് നാഷണൽ ഇറാനിയൻ അമേരിക്കൻ കൗൺസിൽ പ്രസിഡന്റ് ജമാൽ അബ്ദി രംഗത്ത്. ഇറാനിൽ ട്രംപ് ഭരണമാറ്റം ഉണ്ടാക്കിയിട്ടില്ലെന്നും പകരം ഭരണകൂടത്തെ അതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരിക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നില്ലെന്നും എന്നാൽ ഇറാന്റെ ആദ്യകാല നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടതിനാൽ അവിടെ ഭരണമാറ്റം ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു എന്നുമാണ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഈ അവകാശവാദത്തെയാണ് ജമാൽ അബ്ദി തള്ളിക്കളഞ്ഞത്. തികച്ചും തെറ്റായ ഈ അവകാശവാദം ഇത്രത്തോളം പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നത് കൗതുകകരമാണെന്ന് അൽ ജസീറയോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ് ട്രംപിന്റെ ഈ വാക്കുകളെന്നും അബ്ദി കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയും മറ്റ് ഉന്നത രാഷ്ട്രീയ സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടുവെന്നത് വസ്തുതയാണ്. എന്നാൽ ഇറാനിലെ ഭരണ സംവിധാനത്തിൽ കാര്യമായ കൊഴിഞ്ഞുപോക്കുകളോ വിള്ളലുകളോ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അലി ഖമനേയിക്ക് പകരം അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമനേയിയാണ് ഇപ്പോൾ നേതൃസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അമേരിക്കയെയും ഇസ്രായേലിനെയും ശിക്ഷിക്കുമെന്നും പോരാട്ടം ശക്തമായി തുടരുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.